ഭാഗമായി സ്വന്തം ജീവനെ തന്നതിനാ ഞാൻ സങ്കേതമായി എന്റെ കൂടെയുണ്ട് അവൻ മാത്രമൻ നല്ലിടയൻ തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനി ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കുക. ഇന്ന് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ഥലം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നൽകിയിരിക്കുന്ന ആപ്തവാക്യം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രവിച്ചതായിട്ടുള്ള ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കർത്താവായ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന, ഏറ്റവും മഹത്വകരമായിരിക്കുന്ന ഒരു വാക്തത്വം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, ഇത് എപ്രകാരമാണ് ശരിയാകുന്നത്? കർത്താവായ യേശുക്രിസ്തു ശരിക്കും നമുക്ക് സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന്. കർത്താവ് യേശുക്രിസ്തു ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് യേശുക്രിസ്തു ഇപ്പോൾ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പരിശോധനാ ന്യായവിധി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ യഹൂദ പാരമ്പര്യം, യഹൂദ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, സ്വർഗത്തിലെ ദൈവം അവർക്ക് വർഷത്തിൽ ഒരിക്കലായിട്ട് നൽകിയിരിക്കുന്ന ഒരു ദിവസമാണ് പാപപരിഹാര ദിവസം. ഈ പാപപരിഹാര ദിവസത്തിൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയും അവിടെ യാഗമൃഗത്തിൻ്റെ രക്തം അവിടെ കൊണ്ടുപോയി യാഗപീഠത്തിൽ തളിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വിശുദ്ധ മന്ദിരത്തിൽ ദിനംപ്രതി യാഗങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീരുന്നു. എന്നാൽ വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിവസത്തിൽ ആ വിശുദ്ധ മന്ദിരത്തെ ക്ലെൻസിങ് അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഈ പാപപരിഹാര ദിവസത്തിൽ നടക്കുന്നത്. ഇന്ന് നമ്മൾ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂമിയിലെ വിശുദ്ധ മന്ദിരം അവസാനിച്ചു കഴിഞ്ഞു, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകൾ അവസാനിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലേക്കാണ് നോക്കേണ്ടതായിട്ടുള്ളത്. ആ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവ് യേശുക്രിസ്തു അതിപരിശുദ്ധ സ്ഥലത്ത് ദാനിയേൽ പ്രവചനത്തിൻ്റെയും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൻ്റെയും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒക്കെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, 2300 സന്ധ്യ ഉഷസ്സുകൾ തികഞ്ഞപ്പോൾ 1844 കർത്താവ് യേശുക്രിസ്തു വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് പരിശോധനാ ന്യായവിധി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആ ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് പിതാവായ ദൈവത്തിൻ്റെ സമക്ഷം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുമെന്ന്. ആ കർത്താവ് യേശുക്രിസ്തു സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷ അവസാനിപ്പിച്ച് വളരെ വേഗത്തിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ പോകുന്നു. ദൈവം വാഗ്ദത്തം നൽകിയതുപോലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്ഥലമൊരുക്കി നമ്മെ ആ ദൈവത്തോടൊപ്പം ചേർത്തുകൊണ്ട് ആ വിശുദ്ധ മന്ദിരത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടി ക്രിസ്തു നമ്മെ ചേർക്കുവാൻ വരുന്നു. ആ ക്രിസ്തു നൽകിയിരിക്കുന്ന വാഗ്ദത്തം വളരെ വേഗം നിവർത്തിയാകുവാൻ പോകുന്നു. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊണ്ട് വിശുദ്ധന്മാരായി സഹിഷ്ണുതയുള്ളവരായി ആ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയൻ്റെ ജീവൻ്റെ ഉടയവനായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അവിടെ നടിയങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു എന്നും അവിടെ നടിയങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്, ആ ശുശ്രൂഷ അവസാനിപ്പിച്ച് എത്രയും വേഗം അടിയങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ പോകുന്നു എന്നും അടിയങ്ങളെ കേൾപ്പിച്ച വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വരവിൽ കർത്താവേ അങ്ങയുടെ ഒപ്പമായിരിക്കുവാൻ
ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.